ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മിഷനിൽ എങ്ങനെ നൂല് ചുറ്റുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ബോബിൻ ഏതാണെന്നും ബോബിൻ കേസ് എന്താണെന്നും നോക്കാം. ഈ നൂല് ചുറ്റിയിരിക്കുന്നതിൽ ഇതാണ് ബോബിൻ. എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്നത് ബോബിൻ കേസ്. ചിലർ ഈ നൂല് ചുറ്റിയിരിക്കുന്ന ഈ ബോബിൻ കേസ് എന്നും കേസിനെ ബോബിൻ എന്നും പറയാറുണ്ട്. അങ്ങനെയല്ല, ഈ വീല് പോലെ ഇരിക്കുന്ന ഈ നൂല് ചുറ്റുന്ന ഇതാണ് ബോബിൻ. ബോബിൻ ഇടുന്ന കേസ് ബോബിൻ കേസ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇടുന്നത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത്. പക്ഷേ ഇതിനൊരു മെത്തേഡുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ നൂല് ചുറ്റിയിരിക്കുന്നില്ലേ, ഈ നൂല് ബാക്ക് സൈഡിൽ വരത്തക്ക രീതിയിൽ പിടിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നൂല് ഫ്രണ്ട് സൈഡിലല്ലേ ഇരിക്കുന്നത്. ഇത് നമുക്ക് ബാക്ക് സൈഡിലോട്ട് ആക്കണം. ബോബിനെ ഒന്ന് തിരിച്ച് അതിനെ ബാക്ക് സൈഡ് ആക്കണം. ഇങ്ങനെ ആക്കണം. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ നൂലിൻ്റെ ബോബിൻ പിടിക്കേണ്ടത്. ഇനി ഇത് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നൂല് ചുറ്റുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നൂല് ഈ പുറകു വശത്ത് വരുന്ന ആ പൊസിഷനിൽ വേണം നമ്മൾ ബോബിൻ പിടിക്കാനായിട്ട്. ഇനി കേസിനകത്ത് ഈ ബോബിൻ എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഈ പോർഷൻ്റെ അകത്ത് നമ്മൾ ഈ വീലിൻ്റെ ഹോൾ വരുന്നില്ലേ, അത് അകത്താകത്തക്ക രീതിയിൽ നമ്മൾ ഇടണം. ഇങ്ങനെ ഇടണം. കണ്ടോ? ഇങ്ങനെ ഇട്ടിട്ട് നൂലൊന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ടൊന്ന് നീക്കുക. അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ, ആ ഗ്യാപ്പിനകത്തോട്ട് എടുക്കാൻ കണക്കിന് ഇങ്ങനെ എടുത്ത് ആ ഹോളിൽ കൂടെ ഇട്ടിട്ട് ആ ടൈറ്റായിരിക്കുന്നില്ലേ, ആ പോർഷനിൽ കൂടെ നൂലൊന്ന് പ്രസ് ചെയ്ത് ഒരല്പം ബലം കൊടുത്ത് താഴോട്ട് വലിച്ചാൽ മതി. ആ ഹോളിനകത്തോട്ട് അത് വീണോളും. ഇങ്ങനെ ബോബിനൊന്ന് ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം നൂലിനെ ഒന്ന് താഴോട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അതിൽ വീണു. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നൂല് വലിക്കുമ്പോൾ ഈ ഡയറക്ഷനിൽ കറങ്ങണം. കണ്ടോ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുകയാണെങ്കിൽ അത് തെറ്റാണ്. ഈ ഡയറക്ഷനിൽ കറങ്ങുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ത്രെഡ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ നൂലിടാൻ, ബോബിനിടാൻ. ഇനി നമുക്ക് മിഷനിൽ നൂല് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ നൂലെടുത്തിട്ട് ഇപ്പോൾ ആ രണ്ട് കമ്പ് പോലത്തെ സംഭവം കാണുന്നില്ലേ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ നൂലിടാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതിൽ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാനിതാ ഫസ്റ്റുള്ള കമ്പിയിലാണ് ഇടുന്നത്. അപ്പോൾ അതിലിട്ടതിന് ശേഷം നമുക്ക് ആ നൂലിൻ്റെ എൻഡൊന്ന് എടുക്കാം. ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിഷീൻ്റെ ബാക്ക് പോർഷനിൽ ഇങ്ങനത്തെ ഒരു ഹോള് പോലത്തെ ഒരു സംഭവം കാണുന്നില്ലേ, ഓപ്പൺ ആയിട്ടുള്ളൊരു ഹോള്. ഇതിലോട്ട് ആദ്യം നൂലിടണം. ഫസ്റ്റ് നമ്മൾ ഇതിലാണ് നൂലിടേണ്ടത്. ഇങ്ങനെ നൂലിട്ട് നേരെ താഴോട്ട് വന്നതിന് ശേഷം ഈ രണ്ട് ഗ്യാപ്പില്ലേ, രണ്ട് റിങ്ങിൻ്റെ നടുക്കുള്ള ഒരു ചെറിയൊരു സ്പേസ്, അതിനകത്തോട്ട് നൂല് വരത്തക്ക രീതിയിൽ നൂലിടണം. ഇങ്ങനെ നൂല് അതിനകത്ത് വരത്തക്ക വിധം നൂല് വലിച്ചിട്ട് ആ കൊമ്പ് പോലെ ഇരിക്കുന്നില്ലേ, അതിനകത്തോട്ടും കൂടെ ഒന്ന് നൂല് പൊക്കിയെടുക്കുക. അങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇനി മുകളിൽ കാണുന്നില്ലേ, ഈ ഹോളിനകത്ത് നമ്മളൊന്ന് നൂല് കോർത്തെടുക്കണം. ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കണം. ആ ഹോളിൽ കൂടെ ഒന്ന് എടുത്തതിന് ശേഷം ഒരിടത്തും കുളത്ത് വീഴാൻ പാടില്ല. എവിടെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുക. എന്നിട്ട് ആ ഹോളിൽ കൂടെ എടുത്തതിന് ശേഷം ഇവിടെ കാണുന്നില്ല ചെറിയൊരു ഹോൾ പോലത്തെ, ആ ഹോളിനകത്തൂടെ ഈ നൂലിടണം. ഈ ചെറിയ ഹോളിനകത്തൂടെ നൂലൊന്ന് കടത്തിവിടണം. ഇതുപോലെ ഒന്ന് അതിനകത്തൂടെയും കടത്തിവിടണം. നമ്മൾ നൂലിടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇടേണ്ട ഭാഗത്തെല്ലാം കറക്റ്റായിട്ട് നൂലിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് വീഴുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് പ്രോപ്പറായിട്ട് വീഴത്തില്ല, പിരിഞ്ഞ് വരും. അപ്പോൾ കറക്റ്റ് ഇത്രയും പ്രോസസ്സ് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം വേണം നമുക്ക് സൂചിയിൽ നൂല് കോർക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് വീഴില്ല. അപ്പോൾ ഇത്രയും പ്രോസസ്സ് ഇട്ടതിന് ശേഷം നമുക്ക് ലാസ്റ്റ് സൂചിയിൽ ഇതേപോലെ ഒന്ന് നൂല് കോർത്തെടുക്കാം. ഇത്രയും ആകുമ്പോഴത്തേക്കും നമുക്ക് നൂല് കോർക്കേണ്ട അത്രയും പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് അടിയിലുള്ള നൂല് എങ്ങനെ വലിച്ചെടുക്കുന്നതിനും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ നൂല് സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി അടിയിലുള്ള നൂല് എങ്ങനെ മുകളിലോട്ട് വലിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നൂലിൻ്റെ എൻഡ് നമ്മുടെ കയ്യിൽ പിടിച്ച് വെച്ചിരിക്കുക. അല്ലെങ്കിൽ അത് തിരിച്ചു പോകുമ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. പിടിച്ച് വെച്ചതിന് ശേഷം വീലൊന്ന് കറക്കി കൊടുക്കുമ്പോഴത്തേക്കും ഒരു ലോക്ക് അവിടെ വീഴും. അപ്പോൾ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന നൂലൊന്ന് പൊക്കി കൊടുത്താൽ മതി, അടിയിലെ നൂല് മുകളിൽ വന്നോളും. ഇനി ജസ്റ്റ് ഒന്ന് അതിനെ വലിച്ചിട്ട് രണ്ട് നൂല് ഒരുമിച്ച് ആ ഫൂട്ടറിൻ്റെ ഇടയിൽ രണ്ട് ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിനകത്തൂടെ ആ മുകളിലത്തെ നൂല് അകത്തൂടെ ഇട്ടിട്ട് ജസ്റ്റ് അകത്തൂടെ ഇട്ട് രണ്ട് നൂല് പിന്നിലോട്ടൊന്ന് വലിച്ചു വിടണം.
ഫ്രണ്ടിലോട്ടാണ് അത് കിടക്കുന്നതെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, നൂല് കയറി കുരുങ്ങും. അതുകൊണ്ട് ബാക്കിലോട്ട് വലിച്ചിട്ടതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നൂല് ചുറ്റുന്നതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ഈ തുണിയൊന്ന് വെച്ച് തച്ച് നോക്കാം. ചെറിയൊരു പീസ് തുണി വെച്ച് തച്ചിട്ട് അതൊന്ന് താഴ്ത്തി കൊടുക്കുന്നു. നമ്മളിനി ആ ഫോൾഡറൊന്ന് താഴ്ത്തി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തയ്ച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. പോലൊന്ന് വലിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വീണിട്ടുണ്ട്.